നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പൂരം അങ്ങനെ കൊട്ടിയിറങ്ങുകയാണ്. പൂരാവേശത്തിന് സമാപനം കുറിക്കുന്ന പകൽപൂരം ഇന്ന് തൃശ്ശൂരിൽ നടക്കും. അത് കാണാനും വലിയ ആവേശത്തോടു കൂടി ഇന്ന് നമ്മൾ കാഴ്ച കണ്ടതാണ്. വലിയ ചൂടിലും പൂരം കാണാനെത്തിയ ആവേശത്തോടെ എത്തിയ പൂരപ്രേമികളുടെ ഇന്നും സമാനമായി തന്നെ തൃശ്ശൂരിൽ അവരുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം പശ്ചിമേഷ്യയിലേക്ക് പോയാൽ അവിടെ സമാധാനത്തിനുള്ള ശ്രമങ്ങൾ വിഫലമാണ് എന്നുള്ള വാർത്തയാണ് രാവിലെ നൽകാനുള്ളത്. അമേരിക്കൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ആക്രമണത്തിൻ്റെ വാർത്തകളുണ്ട്. ഇതടക്കം നിരവധി വാർത്തകൾ. ബംഗാളിൽ നിന്ന് കൊട്ടിക്കലാശം. നമുക്ക് ആദ്യം തലക്കെട്ടുകളിലേക്ക് വളരെ വേഗം പോകാം. പൂരക്കാഴ്ചകളിൽ മുഴുകി തൃശൂർ. ഇന്ന് പകൽപൂരം ആഘോഷങ്ങൾക്ക് സമാപനം. ഉച്ചയ്ക്ക് തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിയും. സംസ്ഥാനത്ത് കടുത്ത ചൂട് തുടരുന്നു. ഉയർന്ന താപനില പാലക്കാട്ടും കൊല്ലത്തും. വ്യാഴം വരെ വേനൽ മഴയ്ക്കു സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. അസാധാരണ വൈദ്യുതി പ്രതിസന്ധിയിൽ കേരളം. അപ്രഖ്യാപിത വൈദ്യുതി മുടക്കം പതിവ്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾ ഉടനില്ല. അമേരിക്കയ്ക്ക് വഴങ്ങില്ലെന്ന നിലപാടിൽ ഇറാൻ. അബ്ബാസ് അരക്ചി പാകിസ്ഥാൻ വിട്ടു. ആണവ പദ്ധതികളെക്കുറിച്ച് പുടിനുമായി ചർച്ച നടന്നേക്കും. ലബനനിൽ സംഘർഷം രൂക്ഷം. ഇസ്രായേൽ ആക്രമണത്തിൽ 14 മരണം. അമേരിക്കയിലെ വെടിവെപ്പിൽ അന്വേഷണം തുടരുന്നു. ട്രംപിനൊപ്പം അക്രമിയുടെ ലക്ഷ്യം ഉന്നത ഉദ്യോഗസ്ഥരും. ലക്ഷ്യമിട്ടത് ഉദ്യോഗസ്ഥരെ കൂടിയെന്ന് പ്രതി കോൾ തോമസ് അലൻ. ആക്രമണത്തിനിരയാകുന്നത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരെന്ന് ട്രംപ്. ഒന്നും ചെയ്യാത്തവരെ ആർക്കും വേണ്ടെന്നും ട്രംപിന്റെ പ്രതികരണം. പശ്ചിമബംഗാളിൽ രണ്ടാം ഘട്ട പ്രചാരണത്തിൽ ഇന്ന് കൊട്ടിക്കലാശം. 7 ജില്ലകളിൽ 142 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് മറ്റന്നാൾ. രണ്ടാം ഘട്ടത്തിലും കനത്ത പോളിംഗ് പ്രതീക്ഷ. പൂരം അങ്ങനെ ഇന്ന് സമാപിക്കുകയാണ്. ഇന്നലെ ആവേശകരമായ കാഴ്ചകൾ നമ്മൾ പൂരനഗരിയിൽ കണ്ടു. വെടിക്കെട്ട് അപകടത്തിൻ്റെയൊക്കെ പശ്ചാത്തലമുണ്ടെങ്കിൽ പോലും പൂരത്തിൻ്റെ ആവേശം അത് പൂർണ്ണമായും ഉൾക്കൊണ്ടാണ് പൂരപ്രേമികൾ ഇന്നലെ മടങ്ങിയത്. ശക്തൻ്റെ മണ്ണിൽ ഇന്ന് ഉപചാരം ചൊല്ലി പൂരം പിരിയും. പുലർച്ചെ ഉള്ള വെടിക്കെട്ടും പകൽ വെടിക്കെട്ടും ഒക്കെ ഒഴിവാക്കി കേവലം കതിര പൊട്ടിക്കൽ മാത്രമാണ് ഉണ്ടായത്. കുടമാറ്റത്തിന് വലിയ ജനസഹസ്രം സാക്ഷ്യം വഹിച്ചിരുന്നു. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു എന്ന ദുഃഖവാർത്ത ഇതിനിടയിൽ പുറത്തു വന്നു. ഇതോടെ മരണസംഖ്യ 16 തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന എടപ്പാൾ സ്വദേശി ഉണ്ണികൃഷ്ണനാണ്. 60% പൊള്ളലേറ്റ ഉണ്ണികൃഷ്ണൻ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. CB അനുമോദ് വിവരങ്ങളുമായി ചേരുമൊപ്പം ജി ശ്രീജിത്തും ചേരുന്നുണ്ട്. അനുമോദ, ശ്രീജിത്ത്, ഇന്നലെ പൂരക്കാഴ്ചകൾ അതിഗംഭീരമായിരുന്നു. വലിയ ആവേശത്തോടുകൂടി പൂരത്തെ സ്വീകരിക്കുന്ന പൂരപ്രേമികളെ നമ്മൾ കണ്ടു. ഇന്നിപ്പോൾ പകൽപൂര ദിവസമാണ്. എന്തൊക്കെ ചടങ്ങുകൾക്ക് ശേഷമാണ് പൂരം കൊട്ടിയിറങ്ങുക? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. നമ്മൾ വടക്കുനാഥ സന്നിധിയിൽ ശ്രീമൂലസ്ഥാനത്ത് പടിഞ്ഞാറേ നടയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ 7:30 തന്നെ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ പകൽപൂര എഴുന്നള്ളത്ത് തുടങ്ങും. ഇന്നത്തെ പ്രധാനപ്പെട്ടത് ഈ ഒരു ഉച്ചവരെയുള്ള ചടങ്ങുകളാണ്. രാവിലെ ഞാൻ ഈ നിൽക്കുന്ന ഇടത്ത് വലതുവശത്തായിട്ട് നായിക്കനാലിൽ നിന്നും തിരുവമ്പാടി ഭാഗവും ഇടതുവശത്ത് മണികണ്ഠനാലിൽ നിന്ന് പാറമേക്കാവ് വിഭാഗവും എഴുന്നള്ളത്ത് തുടങ്ങും. ഇന്നലത്തെ ആവേശം ഒട്ടും ചോരാത്ത രീതിയിൽ തന്നെ വാണ്ടിമേളവും അതേപോലെ കുടമാറ്റവും ഒക്കെ ആയിട്ടായിരിക്കും ഈ പകൽപൂരത്തിൻ്റെ ചടങ്ങുകളും ഉണ്ടാവുക. തിരുവമ്പാടിക്ക് വേണ്ടി തിരുവമ്പാടി ചന്ദ്രശേഖരനും പാറമേക്കാവിന് വേണ്ടി എറണാകുളം ശിവകുമാറാണ് തിടമ്പേറ്റുന്നത്. അതുപോലെ തന്നെ പാറമേക്കാവിന് വേണ്ടി കിഴക്കൂട്ടനയന്മാരുടെ നേതൃത്വത്തിലുള്ള പാണ്ടിമേളം, തിരുവമ്പാടിക്ക് വേണ്ടി ചെറുശ്ശേരി കുട്ടന്മാരുടെ പാണ്ടിമേളം, അങ്ങനെ 2 ദേവസ്വങ്ങളും മത്സരിച്ചുകൊണ്ടായിരിക്കും പകൽപൂരത്തിൻ്റെ ചടങ്ങുകളിൽ പങ്കെടുക്കുക. ശ്രീജിത്ത്, സാധാരണഗതിയിൽ കുടമാറ്റം അത് കാണാൻ കഴിയാത്തവർക്ക് പകൽപൂരത്തിന് ഒരു ചെറിയ കുടമാറ്റം കാണാൻ പറ്റും. ഈ
പകൽപൂരം എന്ന് പറയുമ്പോൾ തന്നെ തൃശ്ശൂരിൽ ഇന്നലെ എത്താൻ കഴിയാത്ത തൃശ്ശൂർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ദിവസം നാട്ടുകാർക്കുള്ള പൂരം എന്നാണ് പറയുക. തീർച്ചയായും അനുമോദ, എനിക്ക് തോന്നുന്നു ഈ വലിയ തിരക്കിനിടയിൽ പൂരം എപ്പോഴും പുരുഷാരം എന്ന് പറയുന്നു. ഇപ്പോൾ ഒരുപാട് സ്ത്രീകളും കുട്ടികളും ഒക്കെ ഈ തിരക്കിനിടയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പഴയ കാലത്തെ പോലെ വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടാതെ അവർ നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉള്ള പ്രാദേശികമായിട്ടുള്ള കുടുംബങ്ങൾക്കടക്കം, പ്രത്യേകിച്ച് സ്ത്രീകൾക്കടക്കം വന്നു നിന്ന് മേളം ആസ്വദിക്കാനും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടാകുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. അനുമോദ് പറഞ്ഞതുപോലെ തന്നെ കുടമാറ്റം ഉൾപ്പെടെയുള്ള അഥവാ ചെറിയ രീതിയിലെങ്കിലുമുണ്ട്. ഏറ്റവും കുറഞ്ഞത് അതിഗംഭീരമായ രീതിയിലുള്ള മേളം ഇന്നിവിടെ നടക്കുമെന്നുള്ളതാണ്. സാധാരണ എപ്പോഴും പൂരം പുരുഷന്മാരിങ്ങനെ ആസ്വദിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇന്നലെ അടക്കം നമ്മൾ കണ്ടതാണ്. ഒരുപാട് ചെറിയ പെൺകുട്ടികളടക്കം ഉള്ളവർ വളരെ ആവേശത്തോടെ ഇലഞ്ഞിത്തറ മേളത്തെക്കുറിച്ചും മടത്തിൽ വരവ് പഞ്ചവാദ്യത്തെക്കുറിച്ചും ഒക്കെ ആവേശപൂർവ്വം പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തായാലും ഇനി ഒരു കുറച്ച് മണിക്കൂർ, ഏതാണ്ട് ഒരു 12-12:30 മാത്രമാണ് പൂരം ഉപചാരം ചൊല്ലി പിരിയാൻ ഉള്ളത്. കഴിഞ്ഞ തവണത്തെ പോലെ ഉള്ളതിനപ്പുറത്തേക്ക് ഇത്തവണ അതിനുശേഷം വെടിക്കെട്ടില്ല. കഴിഞ്ഞ പുലർച്ചയിലുള്ള വെടിക്കെട്ടുണ്ടായിരുന്നില്ല. പക്ഷേ പൂരം ഏതാണ്ട് അതിൻ്റെ ആചാരങ്ങളിലേക്ക് ഒതുങ്ങി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും വലിയ ജനത്തിരക്കുണ്ട്. ഇന്ന് രാവിലെ തന്നെ, ഇന്നിപ്പോൾ രാവിലെ അല്പസമയം മുമ്പാണ്, ഏതാണ്ട് 7 മണിയോടുകൂടിയാണ് നട തുറന്നത്. ഈ പുലർച്ചെ വരെയുള്ള ചടങ്ങുകൾക്ക് ശേഷം ഒരു പുണ്യാഹമൊക്കെ കഴിഞ്ഞ ശേഷം പൂര ദിവസം ഏതാണ്ട് രാവിലെ മാത്രമാണ് നട തുറക്കുക. അതുകൊണ്ട് തന്നെ ഭക്തരുടെ ഒരു തിരക്ക് വടക്കുന്നാഥനെ വണങ്ങാനും ഉണ്ടായിരുന്നു. എന്തായാലും ഇന്നത്തെ ചടങ്ങുകളിലേക്ക് പോയാൽ ഈ മേളം തന്നെ പ്രധാനമാണ്. അതിനപ്പുറം ഉപചാരം ചൊല്ലി പിരിയുക എന്നുള്ളത്. അതെ, ആദ്യം എഴുന്നള്ളത്ത് തുടങ്ങുമ്പോൾ കൊമ്പുപറ്റും കുഴൽപ്പറ്റുമായിട്ടാണ് നായിക്കനാലിൽ നിന്ന് തിരുവമ്പാടിയും മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് പാറമേക്കാവും തുടങ്ങുക. തുടർന്ന് എഴുന്നള്ളത്ത് പുരോഗമിക്കും തോറും പാണ്ഡ്യമേളത്തിലേക്ക് അത് മാറും. പാറമേക്കാവിന് വേണ്ടി എലഞ്ഞിത്തറ മേളത്തിലെ അമരക്കാരനായിരുന്ന കിഴക്കൂട്ട് തന്നെ ആണ് ഈ ഒരു മേളത്തിനും അമരക്കാരനാവുക. തിരുവമ്പാടിക്ക് വേണ്ടി ഇന്നലെ തിരുവമ്പാടിയുടെ പാണ്ഡ്യമേളത്തിന് അമരക്കാരനായ ചെറുശ്ശേരി കുട്ടന്മാരായിരിക്കും ഇവിടെ തിരുവമ്പാടിയുടെ അമരസ്ഥാനത്തുണ്ടാവുക. തുടർന്ന് പാറമേക്കാവ് ഭഗവതി ഈ മണികണ്ഠനാൽ പരിസരത്ത് നിന്ന് ശ്രീമൂലസ്ഥാനത്തെത്തി നടുവിലാല് പോയി വന്ന് ഇവിടെ നിലപാട് തറ വലം വെച്ച് മടങ്ങി വന്ന് നിൽക്കുമ്പോഴേക്കും തിരുവമ്പാടി ഭഗവതി വടക്കുനാഥനെ വണങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നു. തുടർന്നാണ് രണ്ട് ദേവിമാരും തമ്മിലുള്ള ഉപചാരം ചൊല്ലി പിരിയുക. തുടർന്ന് പാറമേക്കാവ് ഭഗവതി പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ വടക്കുനാഥ സന്നിധിയിലെത്തി കിഴക്കേ ഗോപുരത്തിലൂടെ പാറമേക്കാവിലേക്ക് തിരിച്ചുപോകും. തിരുവമ്പാടി ഭഗവതി നായ്ക്കനാൽ വഴിയും തിരിച്ചു പോകും. അങ്ങനെയാണ്. തൃക്കടവൂർ ശിവരാജു ഉണ്ടാവില്ല എന്നുള്ളതുണ്ട്. 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എത്തി. ഇന്നലെ പാറമേക്കാവൻ അമ്മയുടെ തിടമ്പേറ്റി വലിയ ആവേശമായി മാറി. ഒരുപക്ഷെ തെക്കൻ കേരളത്തിലുള്ളവർക്കൊക്കെ വലിയ കാത്തിരിപ്പിന്റെ ഇതായിരുന്നു. ഈ പൂരത്തിന് ഞങ്ങളുടെ ഒരു ആന തിടമ്പേറ്റണം എന്നുള്ള വലിയ കൊതി സാക്ഷാത്കരിച്ച ദിവസം കൂടി. തൃശ്ശൂരിലേക്ക് മെമു വരെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തൃശ്ശൂർ പൂരത്തിന്റെ അന്നും പകൽ കൊല്ലംകാർക്ക് വരാൻ വേണ്ടി, കടവൂരുകാർക്ക് വരാൻ വേണ്ടിയൊക്കെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ വലിയ ആഘോഷപൂർവ്വമായിരുന്നു. പക്ഷേ അത് ഇന്നലെ അത് കഴിഞ്ഞു. ഇന്ന് എറണാകുളം ശിവകുമാറാണ് തിരുവമ്പാടിയുടെ പാറമേക്കാവിന്റെ സ്വന്തം. എന്താണെങ്കിലും കഴിഞ്ഞ ഒരു ദിവസത്തെ പൂരം നമുക്കറിയാം, ഇത്രയും കാലത്തെ ഇടവേളയ്ക്ക് ശേഷം വെടിക്കെട്ട് ഇല്ലാത്ത ഒരു പൂരമായിരുന്നു. ഒരു ദുരന്തത്തെ മറികടക്കുന്ന ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് പല പ്രമുഖരും ഇത്തവണ ഞങ്ങൾ മാറി നിന്നാണ് പൂരത്തിൽ പങ്കെടുക്കുന്നില്ല, ഞങ്ങൾ ആ ദുഃഖത്തിനൊപ്പം നിൽക്കുകയാണെന്ന് അറിയിച്ചുകൊണ്ട് മാറി നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. എന്നാണെങ്കിലും പൂരത്തിൻ്റെ പ്രൗഢിക്ക് പൊലിമയ്ക്ക് കുറവൊന്നും ഉണ്ടായില്ല. അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും എല്ലാം നിഷ്കർഷിച്ച പോലെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരം ഭംഗിയായിട്ട് ഇന്നലത്തെ ദിവസം പര്യവസാനിച്ചു. വെടിക്കെട്ടിൻ്റെ ഒരു കുറവുണ്ടായിരിക്കാം, സ്വാഭാവികമായിട്ടും ഇന്ന് പകൽ വെടിക്കെട്ടിൻ്റെ കുറവുണ്ടായിരിക്കാം. എന്നാണെങ്കിലും ഇന്ന് 1 മണിയോടെ ചടങ്ങുകൾ അവസാനിച്ച് ഇരുദേവതകളും ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ തൃശ്ശൂർ പൂരത്തിന് സമാപ്തിയാകും. പിന്നീട് അടുത്ത വർഷത്തെ പൂരത്തിനായിട്ടുള്ള കാത്തിരിപ്പ് തുടങ്ങുകയാണ്. പൂരം അങ്ങനെ അനുമോദ ശ്രീത്ത് ഇന്നലെ ആ പൂരനഗരിയിലെ ആവേശക്കാഴ്ചകൾ മൊത്തം നിങ്ങൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചതാണ്. നമുക്കറിയാം വെടിക്കെട്ട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലമൊക്കെ പൂരത്തിനെ ബാധിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും വലിയ ഒരു ജനസഹസ്രത്തെ, വലിയ ജനക്കൂട്ടത്തെ നമ്മളവിടെ കണ്ടു. പൂരപ്രേമികളുടെ വരവിനൊട്ടും കുറവുണ്ടായിരുന്നില്ല. കടുത്ത ചൂടിലും ആവേശത്തോടെ ആ കാഴ്ചകൾ സ്വീകരിക്കുന്നവരെ നമ്മൾ കണ്ടു. അങ്ങനെ പൂരത്തിൻ്റെ വെടിക്കെട്ട് ഒഴിച്ച് ബാക്കി എല്ലാ ചടങ്ങുകളും അതിഗംഭീരമായി നടന്നു. പൂരപ്രേമികൾ അങ്ങോട്ടേക്ക് ഒഴുകിയെത്തി. അങ്ങനെ ആ കാഴ്ചകളുടെ ഒരു തുടർച്ച, ഒരുപക്ഷെ നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂരുകാർക്ക് വേണ്ടി മാത്രമുള്ള പൂരമെന്ന് പറയുമ്പോഴും ഇന്നും അത്തരം സമാനമായി ആളുകളെ പ്രതീക്ഷിക്കാമല്ലോ അല്ലേ പൂരനഗരിയിൽ?
തീർച്ചയായും ഇപ്പോൾ നമ്മൾ രാവിലെ തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും, ആളുകളൊക്കെ എത്തിത്തുടങ്ങുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പല നാട്ടിൽ നിന്നും വന്നവരൊക്കെ സാധാരണഗതിയിൽ തലേ ദിവസം വന്ന് വെടിക്കെട്ട് കണ്ട് ഇവിടെ റൂമെടുത്ത് പിറ്റേ ദിവസം പകൽപൂരം കണ്ട് പകൽ വെടിക്കെട്ടും കണ്ട് തിരിച്ചു പോകുന്ന ശൈലിയാണ് കുറേ കാലമായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യമല്ല ഉണ്ടാവുക. പലപ്പോഴും ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ ദിവസം ഇവിടേക്ക് എത്താൻ, ഈ വെടിക്കെട്ടില്ലാത്തത് കൊണ്ട് എത്താൻ തയ്യാറായിട്ടില്ല എന്നൊക്കെയാണ് നമുക്കറിയുന്നത്. നമുക്കിവിടെ ആളുകളൊക്കെ കാത്തിരിക്കുന്നുണ്ട്. നമുക്ക് ഇവരോടൊക്കെ ഒന്ന് സംസാരിക്കാം. ചേട്ടൻ തൃശ്ശൂർക്കാരനാണോ? ഇവിടുത്തെ പകൽപൂരത്തിന് എല്ലാ വർഷവും ഈ എല്ലാ കൊല്ലവും വരാറുണ്ട്. എന്താണ് ഒരു വെടിക്കെട്ട് പകൽ വെടിക്കെട്ടിന്റെ ഒരു വർഷം മാത്രമേ എല്ലാവർക്കും ഉള്ളൂ, അല്ല വേറെ ഒരു കുഴപ്പമില്ല. എല്ലാം ഭംഗിയായിട്ട് നടന്നു. ഇന്നലെ എല്ലാം കണ്ടിരുന്ന ഇപ്പൊ പുലർച്ചെ പോയിട്ട് കുളിച്ച് വന്നാണ്. ഇനിയിപ്പോ ഇരു ദേശങ്ങളുടെയും കഴിഞ്ഞിട്ട് പോവുള്ളൂ. 12 മണി കഴിയും പൂരക്കഞ്ഞിയും കുടിച്ച് പോവുള്ളൂ. പിന്നെ എവിടെയാ സ്ഥലം? I'm from Andhra Pradesh. Andhra Pradesh. You came from Trishurpura? Trishurpura. Yesterday, had you seen everything? Yeah. I've seen all the melons. With the fireworks? Fireworks I have seen last year. I like the fireworks. This year it is not available. This is the first time here? No, second time. Last time you enjoyed everything? This time we seen the fireworks. And today also there is a small... Puram. Yeah, again all the 10 sets of elephants will come, right? Yeah, I'm waiting for that. Thank you. ചേട്ടൻ എവിടെ? You both came? നമുക്ക് അങ്ങോട്ട് കാരണം അപ്പുറത്ത് കുറച്ച് പേരുണ്ട്. തൃശ്ശൂർക്കാരനാണ്. ഇങ്ങനെയാണ് വെടിക്കെട്ടില്ലാത്ത വെടിക്കെട്ടില്ലാത്ത എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. പല ദേശങ്ങളിൽ നിന്നും ആളുകൾ വരുന്നതാണ്. ആർക്കും പങ്കെടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടില്ലേ, അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ ധാരാളം ആളുകൾ ഉണ്ടാവണതാണ് ഉപചാരം ചൊല്ലൽ കാണാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പൂരപ്പറമ്പ് കാലി ഈവൻ റൗണ്ടിൽ ബസ് വരെ ഓടാറില്ല. ഇപ്പൊ ബസ് വരെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. മറ്റേത് 12 മണി കഴിഞ്ഞ് ബസ് ഓടാറുള്ളൂ. എല്ലാവരും വളരെ ദുഃഖത്തിലാണ്. ഇത്രയും ആളുകൾ മരിച്ചു പോയതല്ലേ, എന്താ ചെയ്യുക, നമുക്ക് നമ്മുടെ കയ്യിലല്ലല്ലോ. ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ. ഇപ്പോൾ ഒരു പ്രവചനം ഉണ്ടായിരുന്നു, ഇവിടെ മല ഇടിഞ്ഞു, നെയ്മല ഇടിഞ്ഞു, അതുകൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ സംഭവിക്കുകയും ചെയ്തു. എല്ലാം വടക്കുന്നാഥൻ എന്താ പറയുക, വടക്കുന്നാഥന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ ഇപ്പം നടന്നിട്ടുണ്ട്. പക്ഷെ ദുഃഖത്തിന്റെ കണികകൾ അതെ, എല്ലാവരും ദുഃഖത്തിലാണ്. ഇപ്പോൾ പൂരപ്പറമ്പിൽ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു 10-200 ആളേ ഉള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇപ്പൊ തന്നെ ഒരു 1000-1500 ആൾ കഴിഞ്ഞ വർഷത്തിൽ വിട്ടു നിൽക്കാൻ തന്നെ മാനസികമായിട്ട് വിട്ടു. അതെ, പലരും പൂരം കാണാൻ വന്നിട്ടേ ഇല്ല വീട്ടുകളിൽ നിന്ന്. അപ്പോൾ എൻ്റെ അയലമ്പത്തുള്ള പലരും പൂരം കാണാൻ വന്നിട്ടേ ഇല്ല. എന്നുവെച്ചാൽ അത്രയും ദുഃഖത്തിലാണ് എല്ലാവരും. മരിച്ചത് നമ്മൾ കാണാത്ത ആൾക്കാർ പോലെ തോന്നുന്നുണ്ടായിരുന്നു. അതെ അതെ, അതുകൊണ്ടാണ്. പിന്നെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർക്കാരുടെ ഒരു വികാരമാണ്. തൃശ്ശൂർക്കാരുടെ മാത്രമല്ല, മൊത്തത്തിൽ കേരളത്തിലുള്ള എല്ലാവരും. എത്രയും വിദേശികൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നല്ലേ, എന്താ ചെയ്യാ, നമ്മുടെ അടുത്ത വർഷം ഇതിലും ഗംഭീരമായിട്ട് നടത്താൻ വടക്കുന്നാഥ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്താം. അതന്നെയാണ് തൃശ്ശൂർക്കാർക്കൊക്കെ അതന്നെയായിരിക്കും പറയാനുണ്ടാവും. അതെ അതെ, അവരുടെ ഒരു വലിയ വേദനയാണ്. ഇവിടെ എവിടുത്തെ നിങ്ങൾ? തൃശ്ശൂർ. ഇന്നലെ വന്നോ? ഇല്ല, ഇന്നലെ വരാൻ പറ്റിയില്ല. ഇന്ന് രാവിലെ അങ്ങോട്ട് പോകുന്നു. ഫാമിലി ഇവിടെ വൈഫ് ഹൗസ് ഇവിടെ. എല്ലാ വർഷവും വരുന്നതാണോ? എല്ലാ വർഷമൊന്നുമില്ല, ഈ വർഷം വന്നു. വെടിക്കെട്ട് ഉണ്ടാകില്ല എന്നുള്ളത് വെടിക്കെട്ട് ഇല്ലാത്തതിന്റെ ഒരു കുറവാണ് കാണിക്കുന്നത്. കുറവാണ്. ഇപ്പൊ ഇത് പൂരം കാണാം, പൂരം കിടക്കട്ടെ, മേളം കാണാം അല്ലേ? മേളം കണ്ട് ചെറിയ 8 മണിക്കല്ലേ ഇപ്പൊ? 8 മണിക്ക്. ആദ്യമായിട്ടാണോ അതോ വരാറുണ്ടോ? വരാറില്ല. എന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂരത്തിന്? മേളമാണോ? ആനയാണ് ഇഷ്ടം. ആന ഉണ്ടായിരുന്നില്ല ഇന്നലെ? എത്ര 30 ആന ഉണ്ടായിരുന്നു. 15 ഇന്ന് വരുമോ? ഇന്നുണ്ടോ? ഇന്ന് 15 ആനകളായിരിക്കും. ഏതാണ് ഏറ്റവും ഇഷ്ടം? രാമേന്ദ്രൻ ഇന്നലെ വന്നു പോയി. ഇന്നുണ്ടാവില്ല. ഇന്നലെ ചെമ്പൂക്കാവിന് വേണ്ടി രാമേന്ദ്രൻ വന്നുപോയി. എറണാകുളം ശിവകുമാറാണുള്ളത്, അപ്പുറത്ത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. അവരെ കാണാല്ലേ? ചേച്ചി തൃശ്ശൂർക്കാരി തന്നെയല്ലേ? പകൽപൂരം സാധാരണ സ്ത്രീകൾക്കുള്ള പൂരം എന്നാണ്. സ്ത്രീകളുടെ പൂരാണ് ഇന്ന് പറയണത്. സ്ത്രീകൾ ഇന്നാണ് കാണാൻ വരിക പറയുന്നത്. ഇന്നലെ ആണുങ്ങള് തിങ്ങിത്തിരക്കണ കാരണം ഇന്ന് സ്ത്രീകളുടെ പൂരം, തൃശ്ശൂർക്കാരുടെ പൂരം. കുട്ടിക്കാലം മുതൽ അങ്ങനെ തന്നെയാണ് കേട്ടിട്ടുള്ളത്. തവണ ഈ വെടിക്കെട്ട് ദുരന്തം നമ്മളെയൊക്കെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. വിഷമമുണ്ട്. എല്ലായിടത്തും ആളുകളൊന്നും വരുന്നില്ല. പെട്ടെന്നായിരുന്നല്ല. അങ്ങനെയാണ്. ശ്രീജിത്തെ, എല്ലാവരുടെയും നേരത്തെ ചേട്ടൻ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധ. അതായത് തൃശ്ശൂരിലെ ആൾക്കാരെന്നെ ഇങ്ങോട്ട് വരാൻ മനസ്സ് കാണിച്ചില്ല. അല്ല, എല്ലാവരുടെ മനസ്സിലും ഒരു വിങ്ങലായിട്ട് ആ ദുരന്തം നിൽക്കുമ്പോൾ ആഘോഷത്തിലേക്കൊന്നും
ഇറങ്ങാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇന്നലെയൊക്കെ അവിടെ അത്രയും വലിയ തിരക്കുണ്ടെന്ന് നമുക്ക് ക്യാമറകൾ തോന്നിയാലും അവിടെ മാത്രമല്ല സാധാരണഗതിയിൽ തിരക്കുണ്ടാവാറുള്ളത് ഈ കുടമാറ്റമൊക്കെ നടക്കുമ്പോൾ എന്നുള്ളതാണ്. കാരണം അപ്പൊ ഇന്നലെ ഇവിടെ അതെ തിങ്ങി നിറയാറുണ്ട്. അപ്പൊ ഇവിടെ സ്ഥിരമായി വരുന്നവർക്കാണ് അതിനെക്കുറിച്ചൊരു വളരെ കൃത്യമായ ധാരണയുണ്ടാവുക. അവർ ചൂണ്ടിക്കാണിച്ച ഇന്നലത്തെ ഒരു ആൾത്തിരക്ക് കണ്ടാൽ ശരിയാണല്ലോ, പതിവ് പോലെ പൂരം നടന്നല്ലോ, വലിയ തിരക്കുണ്ടായിരുന്നല്ലോ എന്ന് തോന്നും. പക്ഷെ അതല്ല ഇവിടെയുള്ള ആൾക്കൂട്ടം. നമ്മൾ ആ തെക്കേനടയിൽ നിൽക്കുമ്പോൾ അത്ര തിരക്ക്, ആകെ രാമം വന്നപ്പോൾ മാത്രമാണ് വല്ലാത്തൊരു ഒഴുക്കുണ്ടായത്. ബാക്കിയെല്ലാം സാധാരണ ഉണ്ടാവുന്നത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ആളുകള് ഈ ഒരു യാഥാർത്ഥ്യങ്ങൾ, ദുരന്തം എന്ന ഒരു വലിയ യാഥാർത്ഥ്യം മനസ്സിലാക്കി സ്വയം ഒരുപക്ഷെ റെസ്ട്രിക്റ്റഡ് ആയിരിക്കാം എന്ന് വേണം കരുതാൻ. അതെ തീർച്ചയായും. അവിടെ കുറച്ച് പേര് ഉണ്ടായിരുന്നു. അത് നമുക്ക് അവരോട് കൂടി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറേ പേര് ഉണ്ട്. ചേട്ടാ ഇവിടെയാണോ, തൃശ്ശൂരാണോ? അതെ. തവണ എന്താണൊരു പൂരത്തിൻ്റെ ഒരു പൂരത്തിൽ ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച അത്രയുള്ള ഒരു വൈബില്ല ഇപ്പം പ്രാവശ്യം. അപ്പോൾ ഇന്നലെ തന്നെ നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, എല്ലാം കവർ ചെയ്ത് കഴിഞ്ഞതാണ്. പക്ഷേ ആസ് യൂഷ്വൽ അതിൻ്റെ എല്ലാ നീളപ്രകാരം പൂരം നടന്നു. വെടിക്കെട്ടും ഇല്ലെങ്കിലും കുടമാറ്റം എല്ലാ സൗകര്യങ്ങളോടെ കൂടെ നടന്നത്. അനുഷ്ഠാനങ്ങളെല്ലാം അതേപോലെ നടന്നു. എല്ലാം അതെ ആൾത്തിരക്ക് ആൾത്തിരക്ക് കുറവാ. ഇന്നലെയും കുറവായിരുന്നപ്പോൾ ഇന്ന് രാവിലെ വളരെ കുറവാണ്. അതാണ് പ്രത്യേകിച്ച്. വേറെ സ്പെഷ്യലായിട്ട് വേറൊന്നും പറയാനില്ല. എല്ലാവരും ആള് കുറയാനാ സാധ്യത അല്ലേ? ഇന്നാള് കുറയാനാ സാധ്യത. പിന്നെ പകൽപ്പൂരം സാധാരണ വലിയ രാത്രിത്തെ പോലെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളതാണ്. ഈ പ്രാവശ്യം ഇപ്പം അതും ഇല്ലാത്തത് കൊണ്ട് ആ ഒരു ക്രൗഡ് ഉണ്ടാവില്ല മിക്കവാറും. രാവിലെ വന്ന് പൂരം കണ്ടു പോകാൻ പറ്റാവുന്ന ആൾക്കാർ മാത്രമേ ഉണ്ടാവുള്ളൂ. താങ്ക് യു. ഇതാണ് പൂരനഗരിയിലെ സാഹചര്യം. ഏതായാലും പൂരം ഇന്ന് പകൽപ്പൂര ദിവസമാണ്. ഇന്നും പകൽപ്പൂരം കാണാനെത്തുന്ന ആളുകളെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. CB അനുമോദും ഒപ്പം G ശ്രീത്തുമാണ് പൂരക്കാഴ്ചകൾ പ്രേക്ഷകർക്കായി പങ്കുവച്ചത്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. ഇന്നലെയാണ് വൈറ്റ് ഹൗസിൽ ട്രംപിന് നേരെ വെടിവെപ്പുണ്ടായത്. ട്രംപിലേക്ക് എത്താൻ ആക്രമി കഴിഞ്ഞില്ല. പക്ഷേ ഇപ്പോൾ ചില പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത് ട്രംപിന് പുറമെ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരെയും ഈ പറഞ്ഞ അക്രമി ലക്ഷ്യം വെച്ചിരുന്നു എന്നുള്ളതാണ്. US ആക്ടിംഗ് അറ്റോർണി ജനറൽ ക്ലോഡ് ബ്ലാഞ്ച് പ്രതി കോൾ തോമസ് വ്യക്തമാക്കി. കോൾ തോമസ് കുടുംബത്തിനായി സന്ദേശങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടി. ഇതിൽ ആക്രമണം നടന്ന ഹിൽട്ടൺ ഹോട്ടലിലെ സുരക്ഷാ വീഴ്ചകളെ പ്രതി പരിഹസിക്കുന്നുണ്ട്. ട്രംപ് ഭരണകൂടത്തിൻ്റെ ഉന്നതർ മുതൽ താഴെത്തട്ടിലുള്ളവർ വരെ തൻ്റെ ലക്ഷ്യമായിരുന്നുവെന്നും പ്രതി ഈ സന്ദേശത്തിൽ കുറിച്ചിട്ടുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ്, വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ വിഷയത്തെ കാണുന്നത്. കാരണം ഈ പ്രതി ഹോട്ടലിൽ താമസിച്ച് വളരെ കൃത്യമായി തന്നെ കാര്യങ്ങൾ ആസൂത്രണം ചെയ്ത് ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും മറ്റും ചെയ്യുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല. അതിനുശേഷം ട്രംപ് പരിഭ്രാന്തിയോടെ ഈ വേദി വിടുന്നതൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ തോമസ് അലൻ എന്ന് പറയുന്ന അക്രമിയുടെ കുറിപ്പുകൾ വിലയിരുത്തിയതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പല വിലയിരുത്തലുകളിലേക്കും അന്വേഷണ സംഘം എത്തിയത്. പ്രധാനമായിട്ടും ഈ ഹോട്ടലിലുള്ള ഈ ആക്രമണം നടന്ന ഹിൽട്ടൺ ഹോട്ടലിലുള്ള സുരക്ഷാ വീഴ്ച അത് പലരും ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. അക്രമിയുടെ കത്തിലും ഇതേ സുരക്ഷാ വീഴ്ചയെ എടുത്ത് പരിഹസിക്കുന്നുമുണ്ട്. ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ചുള്ള ചില പ്രധാനപ്പെട്ട വീഴ്ചകൾ എടുത്ത് സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ അക്രമി ഈ ഹോട്ടലിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രധാനമായിട്ടും ചില US സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം ഇയാളെ കണ്ടപ്പോൾ പ്രത്യേകിച്ച് ഇയാളെ പരിശോധിക്കാനോ അല്ലെങ്കിൽ തടഞ്ഞു നിർത്താനോ ഒന്നും തന്നെ ശ്രമിക്കുന്നില്ല. കുറച്ച് ഒരു സംഘം ഉദ്യോഗസ്ഥരെ മറികടന്നുകൊണ്ടാണ് ഇയാൾ ഈ ആക്രമണം നടന്ന ഈ ഒരു അത്താഴ വിരുന്ന് നടക്കുന്ന ഹാളിലേക്ക് കയറാനായി ശ്രമിച്ചത്. പിന്നീട് ഈ ഹാളിന് തൊട്ടു മുന്നിൽ നിന്ന ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇയാളെ തടയാൻ ശ്രമിച്ചത് എന്നൊരു ആക്ഷേപമുണ്ട്. അങ്ങനെ തടയാൻ ശ്രമിക്കുന്നതിനിടെ ഒരു സീക്രട്ട് സർവീസ് ഉദ്യോഗസ്ഥൻ്റെ നേരെ വെടിവെപ്പ് ഉണ്ടായി. ഇയാൾക്ക് നേരെ ഷോട്ട് ഗൺ ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതി വെടിവെച്ചത്. ഇയാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇപ്പോൾ ഇയാൾ ചികിത്സ കഴിഞ്ഞ് ആശുപത്രി വിട്ടതായിട്ടാണ് വിവരം. ഈ ഷോട്ട് ഗൺ ഉപയോഗിച്ച് വെടിവെച്ചപ്പോൾ ഇയാളുടെ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് തുളച്ചുകൊണ്ട് ഇയാളുടെ ശരീരത്തിലേക്ക് വെടികൊണ്ട് കയറുകയായിരുന്നു. എന്നാൽ അധികം അത്ര ഗുരുതരമായിട്ടുള്ള പരിക്കല്ല. ഇപ്പോൾ ആശുപത്രി വിട്ടെന്നുള്ള ഒരു ശുഭകരമായിട്ടുള്ള വിവരവുമുണ്ട്. എന്നാൽ
ഈ അത്താഴവിരുന്ന് നടന്ന ആ ബിൽഡിങ്ങിലേക്ക് പ്രവേശിക്കുമ്പോൾ ആദ്യം കുറച്ച് ഉദ്യോഗസ്ഥർ ഇയാളെ കണ്ട ഭാവം നടിക്കാതെ രണ്ടാമത് മാത്രമാണ് തടയാൻ ശ്രമിച്ചത് എന്നൊരു ആക്ഷേപമുണ്ട്. മാത്രമല്ല ഈ ട്രംപിനെ സുരക്ഷിതമാക്കാൻ സാധാരണ ഇത്തരം ഒരു വെടിവെപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്രമണം നടന്നാൽ ആദ്യം സുരക്ഷിതമാക്കേണ്ടത് ട്രംപിനെയാണ്. ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന ട്രംപ്, അതുപോലെ JD വാൻസ്, പിന്നെ മെലാനിയ ട്രംപ് എന്നിവരായിരുന്നു പ്രധാനമായിട്ടും ഈ ഡയസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഈ ഉദ്യോഗസ്ഥർ ആദ്യം JD വാൻസിനെയാണ് സുരക്ഷിതമാക്കാൻ ശ്രമിച്ചത് എന്നൊരു ആക്ഷേപമുണ്ട്. ആദ്യം JD വാൻസിനെ, പിന്നീട് രണ്ടാമതാണ് ട്രംപിനെ ഇവിടെ നിന്ന് കൊണ്ടുപോയത് എന്നും ഇവിടെ ഈ ഒരു സെക്യൂരിറ്റി ലാബ്സിനെ പറ്റിയിട്ടുള്ള ഒരു വലിയ ആക്ഷേപമാണ്. മാത്രമല്ല ഈ ആക്രമണം നടത്തിയ തോമസ് അലൻ, അദ്ദേഹം തൻ്റെ കുറിപ്പിൽ സൂചിപ്പിക്കുന്നതും വലിയ ഒരു വീഴ്ചകളാണ്. അതായത് ഈ താനൊരു ഇറാനിയൻ ഏജന്റ് ആയിരുന്നുവെങ്കിൽ പോലും തനിക്ക് ഈ കെട്ടിടത്തിലേക്ക് വളരെ സുഗമമായി എത്താൻ സാധിച്ചേനെ എന്നാണ് ഈ തോമസ് അലൻ വ്യക്തമാക്കുന്നത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, തനിക്ക് വേണമെങ്കിൽ ഒരു ദിവസം മുൻപേ ഇവിടെ വന്ന് റൂം എടുത്താൽ പോലും ഈ ഉദ്യോഗസ്ഥർ ഒന്നും തന്നെ ശ്രദ്ധിക്കില്ല. കാരണം അവരുടെ ശ്രദ്ധ മുഴുവൻ പുറത്തു നിന്നുള്ള പ്രതിഷേധക്കാരെയും അല്ലാതെ പുറത്തു നിന്ന് ഈ ഡിന്നർ നടക്കുന്ന ദിവസം ആരെങ്കിലും ഇവിടേക്ക് ഈ ഹിൽട്ടൺ ഹോട്ടലിലേക്ക് വരുന്നുണ്ടോ അല്ലെങ്കിൽ അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ് എന്നെല്ലാം മാത്രമാണ് പരിശോധിക്കുന്നത്. 1-2 ദിവസം മുൻപ് ഇവിടെ ഒരു റൂം എടുത്ത് താമസിച്ചാൽ അത്തരം ഒരു സുരക്ഷാ ചെക്കപ്പോ അല്ലെങ്കിൽ പരിശോധനകളോ ഒന്നും തന്നെ ഉണ്ടാകില്ല എന്നതാണ് ഇയാൾ വ്യക്തമാക്കുന്നത്. അതുപോലെ US-ന്റെ ഈ ആക്ടിംഗ് അറ്റോർണി ജനറൽ ആയിട്ടുള്ള ടോഡ് ബ്ലാഞ്ച്, അദ്ദേഹവും ഈ ഒരു ആക്രമണത്തിലെ സുരക്ഷാ വീഴ്ചയെ പറ്റി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കൺസേൺസ് ഉയർത്തുന്നുണ്ട്. എന്നാൽ ട്രംപ് ഈ ആക്രമണത്തെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് താൻ വളരെ നിരവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് തനിക്ക് എതിരെ ആക്രമണം നടന്നതെന്ന് അദ്ദേഹം പറയുന്നു. മാത്രമല്ല ഈ ആക്രമണം നടത്തിയ ഈ തോമസ് അലൻ, അദ്ദേഹം ഒരു ആന്റി ക്രിസ്ത്യൻ ആണ് എന്നൊരു വാദം കൂടി ട്രംപ് ഉയർത്തുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം അമേരിക്കയിൽ പുരോഗമിക്കുന്നുണ്ട്. വലിയ സുരക്ഷാ വീഴ്ചയായി ഇതിനെ വ്യാഖ്യാനിക്കപ്പെടുന്നു. ട്രംപ്, ഇറാന്റെ ഉന്നത ഉദ്യോഗസ്ഥർ, വൈസ് പ്രസിഡന്റ് ഒക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ അക്രമിക്ക് ഇങ്ങനെ കടന്നു കയറാൻ പറ്റിയ സാഹചര്യം എങ്ങനെ ഒരുങ്ങി എന്നുള്ളതാണ് അമേരിക്ക ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. ഇറാൻ അമേരിക്ക സമാധാന ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങുന്നു. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി പാകിസ്ഥാൻ വിട്ടു റഷ്യയിലേക്ക് പുറപ്പെട്ടു. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ കാണുകയാണ് ലക്ഷ്യം. ഇറാന്റെ ആണവ പദ്ധതികളെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നേക്കുമെന്നാണ് സൂചന. അതേസമയം പാകിസ്ഥാന് മുന്നിൽ US-ഉമായി ചർച്ചകൾക്കുള്ള ഉപാധികൾ ഇറാൻ മുന്നോട്ട് വെച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതിനിടയിൽ ലെബനനിലും സംഘർഷം രൂക്ഷമാണ് എന്നും കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു തുടരുന്നുണ്ട്. അജയ് സുധാ ബിജു, ഇവിടെ ആണവ പദ്ധതികളിൽ നിന്ന് പിന്നോട്ടില്ല, ഹോർമുസിൽ ചുങ്കം പിരിക്കുന്നതിൽ നിന്നും തങ്ങൾ പിന്നോട്ടില്ല. ഈ രണ്ടു കാര്യങ്ങളിൽ വ്യക്തമായ നിലപാട് ഇറാൻ പാകിസ്ഥാനെ അറിയിച്ചു കഴിഞ്ഞു. സമാനമായി തന്നെ റഷ്യയും അറിയിക്കും എന്ന് വേണം കരുതാൻ. സ്വാഭാവികമായും ഇത്തരം പിന്നോട്ട് പോക്കില്ലെങ്കിൽ ചർച്ചകൾക്കും പ്രസക്തിയില്ല എന്ന നിലയിലേക്ക് ട്രംപും എത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, നിലവിൽ തന്നെ ട്രംപ് വളരെയധികം ആത്മവിശ്വാസം ഇറാന്റെ കാര്യത്തിൽ അനാവശ്യമായി പ്രകടിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചില സൂചനകളാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം തൻ്റെ ഈ ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുൻപായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പ്രതികരിച്ച ചില കാര്യങ്ങൾ. അതായത് ട്രംപ് പറയുന്നത് ഇറാൻ ഇനിയൊരു ആണവായുധം ഉണ്ടാക്കില്ല എന്ന് ട്രംപ് തീർച്ചയായിട്ടും എടുത്തു പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു സംഘർഷ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ ചർച്ചകളുടെ ഈ അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്ന മറ്റൊരു പ്ലെയറാണ് റഷ്യ എന്ന് പറയുന്നത്. ഈ റഷ്യ ആദ്യം തന്നെ ഇപ്പോൾ ഇറാനിലെ ഈ യുറേനിയം വേണമെങ്കിൽ റഷ്യയിൽ കസ്റ്റഡിയിൽ വെക്കാം എന്നൊരു വാഗ്ദാനം ഇറാനോട് നടത്തിയിരുന്നു. അപ്പോൾ അമേരിക്ക എന്തെങ്കിലും തരത്തിലുള്ള റെയ്ഡോ അല്ലെങ്കിൽ ഉപരോധമോ ഇറാന് നേരെ നടത്തുകയാണെങ്കിൽ ഇത് അവരുടെ ഒരു ആണവ സമ്പത്ത് അത് സുരക്ഷിതമാക്കാൻ റഷ്യയെ വേണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ട്ണറായിട്ട് ഇറാൻ ഉപയോഗിക്കാൻ സാധിക്കും. ഇത്തരം ഒരു ഓഫർ റഷ്യ നേരത്തെ തന്നെ നടത്തിയിരുന്നു. അപ്പോൾ ഇറാന്റെ ഇത്തരം ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഇന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അരക്ചി ചർച്ച ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. മാത്രമല്ല ഇറാന്റെ ഇത്തരം ആണവ പദ്ധതികൾക്ക് റഷ്യ ആദ്യം മുതൽ തന്നെ പിന്തുണ അറിയിച്ചിരുന്നു. അപ്പോൾ ഈ അമേരിക്കയുടെ ഉപരോധങ്ങൾ അല്ലെങ്കിൽ അമേരിക്കൻ ആക്രമണങ്ങൾ, അതുമാത്രമല്ല ട്രംപ് നേരത്തെ തന്നെ ഭീഷണി മുഴക്കിയതാണ് ഇറാൻ ഈ യുറേനിയം സമ്പുഷ്ടീകരിച്ച യുറേനിയം US-ന് കൈമാറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാനുള്ളിൽ കടന്നു കയറി ആക്രമണം നടത്തി ഈ യുറേനിയം
എയർലിഫ്റ്റ് ചെയ്യാൻ തങ്ങൾ എക്സ്പേർട്ടുകളെ നിയോഗിക്കും എന്നുൾപ്പെടെ ട്രംപ് പറഞ്ഞിരുന്നു. അപ്പോൾ ഈ യുറേനിയം സുരക്ഷിതമായി റഷ്യയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഇറാനുള്ളിൽ അത്തരം ഒരു ഭയം അവർക്ക് ആവശ്യമില്ല. ഇറാന് വളരെ സേഫായിട്ട് തന്നെ അവരുടെ ആണവ പദ്ധതി അത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഈ പിന്നീട് ട്രംപ് അവകാശപ്പെടുന്നത് പോലെ ഡിക്കേഡ്സ് ഈ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇറാന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊരു വാദം ഇതോടെ അപ്രസക്തമാകും. അപ്പോൾ അത്തരമൊരു നീക്കം ഇറാൻ ഇവിടെ നടത്താനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല മറ്റ് തങ്ങളുടെ അയൽ രാജ്യങ്ങളായിട്ടുള്ള ഇത്തരത്തിൽ തങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു പങ്കാളികളായിട്ടുള്ള ഒമാൻ, അതുപോലെ തന്നെ റഷ്യ, പാകിസ്ഥാൻ ഇവരുമായിട്ട് ഒരു പുതിയ ഒരു നയതന്ത്ര നീക്കം നടത്തി ഇതിലൂടെ പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു സംഘർഷ സാധ്യത ഉടലെടുത്താൽ ഇവരുടെ എല്ലാവരുടെയും പിന്തുണ ഉറപ്പാക്കാനും ഇറാൻ പ്രധാനമായിട്ടും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മസ്കറ്റിലെത്തിയ അദ്ദേഹം ഒമാനിലെ സുൽത്താനുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതുപോലെ അതിനുശേഷം പിന്നീട് ഇസ്ലാമാബാദിൽ എത്തിയതിനു ശേഷമാണ് വീണ്ടും റഷ്യയിലേക്ക് പുറപ്പെട്ടത്. അദ്ദേഹം ഈ ലബനനിൽ ഉണ്ടാകുന്ന ആക്രമണം അത് വളരെ പ്രധാനമാണല്ലോ. കാരണം വെടിനിർത്തൽ നീട്ടി എന്നൊക്കെയുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും അവിടെ ഇസ്രായേൽ ആക്രമിക്കുകയാണ്. 14ഓളം മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മരിച്ചതിൽ സ്ത്രീകളും കുട്ടികളും അടക്കമുണ്ട്. ഇങ്ങനെ ഇസ്രായേലിൻ്റെ ഈ പ്രവൃത്തി തുടർന്നാൽ അത് ഇറാനെ വലിയ തരത്തിൽ പ്രകോപിപ്പിക്കുന്നുണ്ട്. എന്താണ് ഈ സമാധാനവുമായി ബന്ധപ്പെട്ടുള്ള പ്രസക്തി എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ടല്ലോ അജയ്. തീർച്ചയായിട്ടും ഇറാൻ ഇപ്പോൾ തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള തങ്ങളുടെ പ്രധാനപ്പെട്ട ഉപാധികളാണ് തങ്ങളുടെ ആണവ സ്വാതന്ത്ര്യം ഉറപ്പാക്കണം, അതുപോലെ തന്നെ ഹോർമുസ് കടലിടുക്കിൽ ഈ ചുങ്കം പിരിക്കുന്നത് അത് തങ്ങൾ തുടരും എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ലെബനന്റെ കാര്യവും ഇറാന്റെ ഒരു പ്രധാനപ്പെട്ട കൺസേൺ ആണ്. ഇപ്പോൾ നേരത്തെ ഈ ഒരു വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് ഇതൊരു 3 ആഴ്ച കൂടി നീട്ടാനുണ്ടായ തീരുമാനത്തെ ഇറാൻ തീർച്ചയായിട്ടും സ്വാഗതം ചെയ്തിരുന്നു. പക്ഷേ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ അത് ഇറാനെയും വളരെ ഒരു കടുത്ത രീതിയിൽ തന്നെ ചൊടിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് അവരുടെ പല ഉന്നത നേതാക്കളും പ്രതികരണം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇറാന്റെ നാഷണൽ അസംബ്ലിയിലുള്ള നേതാക്കൾ പലരും പരസ്യമായി തന്നെ ഈ ഇസ്രായേലിന്റെ ആക്രമണങ്ങളെ കടുത്ത ഭാഷയിൽ തന്നെ അപലപിക്കുകയുണ്ടായി. എന്തായാലും ഇപ്പോഴും മേഖലയിൽ സംഘർഷം തുടരുകയാണ്. പ്രധാനമായിട്ടും തെക്കൻ ലെബനൻ കേന്ദ്രീകരിച്ചാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ 14 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 2 കുട്ടികളും ഉൾപ്പെടുന്നു എന്നതാണ് വളരെ ദാരുണമായിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ഇവിടെയുള്ള സൈനിക നീക്കം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. നേരത്തെ ഈ വെടിനിർത്തൽ 3 ആഴ്ച കൂടി നീട്ടിവെക്കുന്ന നടപടി ഉണ്ടായപ്പോൾ തന്നെ ഇസ്രായേലിന്റെ പ്രതിനിധി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഈ വെടിനിർത്തൽ 100% ആയിരിക്കില്ല. ഈ ഹിസ്ബുള്ളയുടെ സ്വാധീനം അത് തെക്കൻ ലെബനനിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. അവരുടെ സ്വാധീനം ഇപ്പോഴും തുടരുന്നത് കാരണം തന്നെ അവർക്കെതിരെയുള്ള സൈനിക നീക്കങ്ങൾ തങ്ങൾ തുടരും. അല്ലാതെ ലെബനിലുള്ള സാധാരണക്കാരെ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തില്ല എന്നൊരു ഉറപ്പാണ് ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. ഇത്തരത്തിൽ 100% വെടിനിർത്തൽ അത് ഇസ്രായേൽ പോലും പരസ്യമായി പറയുന്നില്ല. പക്ഷേ ഈ ഹിസ്ബുള്ളയ്ക്ക് നേരെയുള്ള സൈനിക നീക്കങ്ങൾ തുടരുമ്പോഴും അതിൽ ലെബനിലുള്ള സാധാരണക്കാരും അഫക്റ്റ് ചെയ്യപ്പെടുന്നതാണ് വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യം. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. വേനൽ മഴ ശക്തി പ്രാപിക്കാതെ പോയതോടെ സംസ്ഥാനത്ത് പകൽ താപനില മാറ്റമില്ലാതെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് ഏറ്റവും അധികം താപനില രേഖപ്പെടുത്തിയത് പാലക്കാട് കൊല്ലങ്കോടാണ്, 39.7 ഡിഗ്രി സെൽഷ്യസ്. തൊട്ടുപിന്നിലെ പത്തനംതിട്ട ജില്ല ഉണ്ട്. സംസ്ഥാനത്ത് ബുധൻ വ്യാഴാഴ്ച മുതൽ മഴ പ്രവചനമുണ്ട് എന്നാണ് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തുവരുന്നത്. മഹാരാഷ്ട്രയ്ക്കും കർണാടകയ്ക്കും മുകളിലായി രൂപപ്പെട്ട ആൻറ്റി സൈക്ലോണും ഇതോടൊപ്പം കർണാടകയുടെ മുകളിൽ നീളുന്ന ന്യൂനമർദ്ദ പാത്തിയും മഴയ്ക്ക് കാരണമാകും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. ഏപ്രിൽ അവസാനത്തോടെ മഴയെത്തുമെന്ന് നേരത്തെ പ്രവചനമുണ്ടായിരുന്നു. സാരംഗ് സുധാകരൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സാരംഗ്, മഴ പ്രതീക്ഷിച്ചിരിക്കുകയാണ് മലയാളി, സംശയമില്ല. മഴ ചൂടിനെ ഒന്ന് കുറയ്ക്കുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷേ മഴയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിലും അത് പെയ്യുന്നില്ല. ബുധനാഴ്ച മുതലെങ്കിലും പ്രതീക്ഷിക്കാമോ മഴ?
തീർച്ചയായും ഈ ഒരു കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിൽ വരുന്ന പുറപ്പെടുകൾ, അതായത് ഈ ഒരു നിർദ്ദേശങ്ങളടക്കം പലതും ഇപ്പോൾ ഇടിമിന്നലോട് കൂടിയുള്ള മഴ അടക്കം കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ഉണ്ടാകാനുള്ള സാധ്യത. പക്ഷേ വേനൽ മഴ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചത്ര കേരളത്തിലേക്ക് എത്തുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമുക്കറിയാം തിരുവനന്തപുരത്തും കൊച്ചിയിലും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ, അതായത് സംസ്ഥാനത്തെ പല സ്ഥലങ്ങളിലും മഴ പെയ്തിരുന്നു. പക്ഷേ അത് ചൂട് കുറക്കാൻ തക്ക രീതിയിലേക്ക് മഴ പെയ്തിട്ടില്ല എന്നതാണ് പ്രധാന വസ്തുത. അതുതന്നെയാണ് ഈ ചൂട് വലിയ രീതിയിൽ ഉയർന്നു നിൽക്കാനുള്ള ഒരു കാരണവും ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണത്തേക്കാൾ വളരെ വലിയ രീതിയിലുള്ള ചൂട് പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി വരെയും ഈ ഒരു സീസണിൽ ഏറ്റവും റെക്കോർഡ് താപനില രേഖപ്പെടുത്തിയിരുന്നു. ഒപ്പം കൊല്ലം പുനലൂരിലും ഇത്തവണ 39 ഡിഗ്രിയും 40 ഡിഗ്രി വരെയും ഇത്തവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മഴയുടെ സാധ്യത ഇന്നും നാളെ മുതൽ ഇടിമിന്നലോട് കൂടിയുള്ള മഴ 28 മുതൽ 30-ാം തീയതി വരെ ഇടിമിന്നലോട് കൂടിയുള്ള ഒരു മഴയ്ക്കും 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത പറയുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് മഴ ഈ ഒരു ചൂടിന് ആശ്വാസമായി വരുമെന്നതും ഏതൊക്കെ ഭാഗങ്ങളിൽ കൃത്യമായ ആ മഴ എത്തുമെന്ന കാര്യത്തിലും വ്യക്തതയില്ല. കാരണം ഇതിനു മുൻപുള്ള ഈ ഒരു നിർദ്ദേശങ്ങളിലടക്കം ചില ദിവസങ്ങളിൽ മഴ പെയ്യാതെയും പോയിട്ടുണ്ട്. എന്തിനായാലും ചൂട് വർദ്ധിച്ചു തന്നെ നിൽക്കും. കനത്ത ജാഗ്രത വേണമെന്ന് മുഖ്യമന്ത്രി അടക്കം അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒപ്പം ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം ഈ ഒരു സൂര്യാഘാതമേറ്റ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതമേറ്റ് ആശുപത്രിയിൽ ചികിത്സ തേടുന്നവരുണ്ട്. ഒപ്പം ഇഴജന്തുക്കളുടെ ശല്യം, പാമ്പ് കടിയേൽക്കുന്നതും വലിയ രീതിയിൽ, അതായത് ഒരു വലിയൊരു പ്രതിസന്ധിയിലേക്ക് കേരളം നീങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും പകൽ സമയത്ത് നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കാൻ ഇപ്പോൾ നിർദ്ദേശമുണ്ട്. കാരണം സൂര്യാഘാതം പോലെയുള്ള ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും അത് മറ്റ് ത്വക്ക് രോഗങ്ങളിലേക്കും വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പിന്നീട് എത്താനുള്ള ഒരു സാധ്യതയുണ്ട്. സ്ഥിരമായി പുറം ജോലികൾ ചെയ്യുന്നവർ അടക്കം ഇക്കാര്യത്തിൽ വളരെ വലിയ ശ്രദ്ധ ചെലുത്തണമെന്നാണ് അറിയിക്കുന്നത്. എന്തുതന്നെയായാലും മെയ് ആദ്യവാരം വരെ ഈ ഒരു മഴ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. അതായത് ഒറ്റപ്പെട്ട മഴയ്ക്ക് അപ്പുറത്തേക്ക് ഒരു സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടില്ല. അതിനുശേഷം ചെറിയ രീതിയിൽ വേനൽ മഴ കാര്യമായ രീതിയിൽ ലഭിക്കാനുള്ള ഒരു സാധ്യതയും പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എൽനിനോ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് മൺസൂണും ഇത്തവണ വൈകാനും അതിൻ്റെ ശക്തി കുറയാനും സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ജൂൺ മാസത്തിലേക്ക് അടക്കം ഈ ഒരു ചൂട് നീണ്ടു പോകാനുള്ളൊരു സാധ്യത കൂടി ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നുണ്ട്. എന്തുതന്നെയാലും ഇന്ന് ചെറിയൊരു മഴയ്ക്കുള്ളൊരു സാധ്യത കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ഏതായാലും മഴ പ്രതീക്ഷിക്കുന്നു. ഇന്നു മുതൽ അതിനുള്ള കാത്തിരിപ്പിലാണ് മലയാളി. ബുധനാഴ്ച മുതൽ കാര്യമായ മഴ മിക്ക ജില്ലകളിലും ലഭിക്കും. യെല്ലോ അലേർട്ട് അടക്കം പ്രഖ്യാപിച്ചിട്ടുണ്ട് ചില ജില്ലകളിൽ. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൊല്ലം ജില്ലയിൽ ചൂട് കണക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം വന്നു. ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 39.5 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇന്നും ഉയർന്ന താപനിലയ്ക്ക് സാധ്യതയുണ്ട്. സൂര്യാതാപം മൂലം 4 പേർ ഇന്നലെ മാത്രം ചികിത്സ തേടി എന്നുള്ള വിവരങ്ങൾ കൂടിയുണ്ട്. ക്ഷീണം മൂലം ഒരാൾ ചികിത്സയിൽ ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലവും ജില്ലയിലുണ്ട്. പാറശാലയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. നെടിയാൻകോട് സ്വദേശി ജയചന്ദ്രനെയാണ് പാറശാല റെയിൽവേ സ്റ്റേഷന് സമീപത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സൂര്യാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. മൃതദേഹം പാറശാല താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. 250 മെഗാവാട്ട് വൈദ്യുതി പുറത്തുനിന്ന് അധികം വാങ്ങാൻ KSEBിക്ക് അനുമതി കിട്ടിയെങ്കിലും ചാർജ് വർധനയെന്ന വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഒരു യൂണിറ്റിന് 10 രൂപ വരെ നൽകി വാങ്ങാമെന്ന നിർദ്ദേശമാണ് റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടുള്ളത്. നിലവിലെ സ്ലാബുകളിൽ മാറ്റം വരുത്തേണ്ടി വരുന്ന സാഹചര്യമുണ്ടായത് കറണ്ട് ബില്ല് ഇരട്ടടിയാകുമെന്നത് ഉറപ്പാണ്. സാരംഗ് പങ്കുവെക്കുന്നു വിവരങ്ങൾ. സാരംഗ്, കഴിഞ്ഞ ദിവസമൊക്കെ കേരളത്തിൽ റെക്കോർഡ് വൈദ്യുതി ഉപയോഗമാണ്. കേരളത്തിൽ മാത്രമല്ല രാജ്യമൊട്ടാകെ വൈദ്യുതി ഉപയോഗത്തിൽ കാര്യമായ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ നിരവധി പ്രതിസന്ധികളുണ്ട്. നമ്മുടെ ഡാമുകളിലെ ജലനിരപ്പിൻ്റെ പ്രശ്നം ഒരു പ്രധാനമാണ്. കൂടുതൽ ഡാമുകളിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. 30% മാത്രമാണ് വെള്ളമുള്ളത് എന്ന കണക്കുണ്ട്. മറുവശത്താകട്ടെ കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയുണ്ടാകും. മറ്റൊന്ന്, സംസ്ഥാനമെമ്പാടും പൊതുജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന രോഷമാണ് പവർ കട്ടുമായി ബന്ധപ്പെട്ട്. അപ്രഖ്യാപിത പവർ കട്ട്, നേരത്തെ അറിയിക്കാതെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. അങ്ങനെ നിരവധി പ്രതിസന്ധികളിലൂടെയാണ് KSEB കടന്നു പോകുന്നത്.
തീർച്ചയായും രഞ്ജിത്ത്, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു ദിനം ആവശ്യമായ വൈദ്യുതിയുടെ വെറും 30% വരെ, ഏകദേശം ഒരു 20%-നും 30%-നും ഇടയിൽ മാത്രമുള്ള വൈദ്യുതിയാണ് കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കി മുഴുവൻ പുറമേ നിന്നും വാങ്ങുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സംസ്ഥാനത്ത്, അതായത് പുറമേ നിന്നും വൈദ്യുതി കൂടുതലായി എത്തിക്കുന്ന സംസ്ഥാനത്ത് ഈ ഒരു ഉപഭോഗം വലിയ രീതിയിൽ വർദ്ധിക്കുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. മാത്രമല്ല റെക്കോർഡ് ഉപഭോഗം ഇത്തവണയാണ് ചരിത്രത്തിലാദ്യമായി ഏറ്റവും കൂടുതൽ ഉപഭോഗം. 2024 ഇതിന് മുൻപ് 11 കോടിയായിരുന്നു അന്ന് ഒരു ദിവസത്തെ 11 കോടി യൂണിറ്റ് ആയിരുന്നു ഒരു ദിവസത്തെ പ്രതിദിന റെക്കോർഡ് യൂണിറ്റ് ഉപഭോഗം. ഇത്തവണ അത് 11 കോടിയും കടന്ന് ഇത്തവണ ആ ഒരു റെക്കോർഡ് ഭേദിച്ചിരുന്നു. അതുതന്നെയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. മാത്രമല്ല 6300 മെഗാവാട്ടാണ് പീക്ക് സമയങ്ങളിൽ KSEBക്ക് താങ്ങാൻ കഴിയുന്ന ഉപഭോഗ നിരക്ക്. അതിനപ്പുറത്തേക്ക് ഉപഭോഗം പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ സംവിധാനങ്ങൾ താറുമാറാകാനുള്ള, കേടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ KSEB പീക്ക് സമയങ്ങളിൽ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കൃത്യമായ ഒരു നിർദ്ദേശപ്രകാരമോ അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായ അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നല്ല ഈ ഒരു വൈദ്യുതി നിയന്ത്രണം വരുന്നതെന്നാണ് ഇപ്പോൾ KSEB ഉദ്യോഗസ്ഥരടക്കം പ്രതികരിക്കുന്നത്. കാരണം താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ലോഡ് വരുമ്പോൾ ഈ സംവിധാനങ്ങൾ തകർന്നു പോകാതിരിക്കാൻ വേണ്ടി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നു. അത് ലോഡ് ഷെഡിംഗ് ആയിട്ട് കണക്കാക്കേണ്ട എന്നടക്കമായിരുന്നു വിശദീകരണം വന്നിരിക്കുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു പ്രതിസന്ധി സത്യമാണ് എന്ന കാര്യം തീർച്ചയാണ്. കാരണം ഈ ഒരു പ്രശ്നം കുറച്ച് ദിവസങ്ങളായി, കുറച്ച് ആഴ്ചകളായി നിലനിൽക്കുന്നുമുണ്ട്. കാരണം വലിയ ചൂട് നിലനിൽക്കുന്നു. പീക്ക് സമയങ്ങളിൽ, അതായത് പകൽ 5 മുതൽ 8 മണി 9 മണി വരെയും വൈകുന്നേരം ഇതേപോലെ 6 മണി മുതൽ രാത്രി 8 മണി 9 മണി വരെയും ഉള്ള പീക്ക് സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ട് KSEB നേരിടുന്നുണ്ട്. ഈ സമയത്ത് വലിയ രീതിയിലുള്ള വൈദ്യുതി ഉപഭോഗം വരുന്നു. 6198 മെഗാവാട്ട് വരെ ഒരു ദിവസം പീക്ക് സമയത്ത് റെക്കോർഡ് ചെയ്തിരുന്നു. അത് ഏറ്റവും ഉയർന്ന നിരക്കുമാണ്. ആ സമയങ്ങളിൽ എങ്ങനെ ഈ ഒരു പ്രതിസന്ധി മറികടക്കുമെന്ന കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ വൈദ്യുതി റെഗുലേറ്ററി ബോർഡിന് 300 മെഗാവാട്ട് പുറമെ നിന്നും വാങ്ങാനുള്ള ഒരു അനുമതി തേടിക്കൊണ്ട് KSEB മുന്നോട്ട് പോയത്. പക്ഷേ 250 മെഗാവാട്ടാണ് ഇപ്പോൾ വാങ്ങാനുള്ള അനുമതി ലഭിച്ചിരിക്കുന്നത്. അതും യൂണിറ്റിന് 10 രൂപ വരെ നിരക്ക് നൽകിക്കൊണ്ട്, അതായത് വലിയ തുകയാണ്. ഇപ്പോൾ 6 രൂപയോളമാണ് നൽകുന്നത് നമ്മൾ. അപ്പോൾ 10 രൂപയ്ക്ക് പുറമേ നിന്നും വൈദ്യുതി വാങ്ങുമ്പോൾ അത് ജനങ്ങൾക്ക് എത്രത്തോളം പ്രഹരമുണ്ടാക്കും, വൈദ്യുതി നിരക്ക് എത്രത്തോളം കൂട്ടേണ്ടി വരും എന്നടക്കമുള്ള വലിയ ചോദ്യങ്ങൾ നിലനിൽക്കുന്നു. ഒരു ഭാഗത്ത് ചൂടും മറ്റൊരു ഭാഗത്ത് ചൂടുമായി ബന്ധപ്പെട്ട് അനൗദ്യോഗികമായി വന്നിരിക്കുന്ന ഈ ലോഡ് ഷെഡിങ്ങും അതിനൊപ്പം തന്നെ നിരക്ക് കൂട്ടാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നതോടുകൂടി പൊതുജനങ്ങളുടെ രോഷം KSEBക്കെതിരെ ഉയരാനുള്ളൊരു സാധ്യതയുമുണ്ട്. അതിനൊപ്പം തന്നെ സർക്കാരിൻ്റെ വലിയൊരു PR വർക്ക് അടക്കം നടന്നതാണ്. 10 വർഷത്തോളം ലോഡ് ഷെഡിംഗ് അടക്കം ഉണ്ടായിരുന്നില്ല. അതിനൊരു തിരിച്ചടി കൂടി ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇത് ജനരോഷത്തിന് കാരണമാകാനും സാധ്യതയുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് KSEBയുടെ ഇനിയുള്ള നടപടികൾ പ്രധാനമാണ്. വേനൽ കടുത്തോടെ തിരുവനന്തപുരം നഗരത്തിലേക്ക് നെയ്യാർ ഡാമിൽ നിന്നും വെള്ളമെത്തിക്കാനുള്ള പദ്ധതി പരിഗണനയിൽ. നഗരത്തിലേക്ക് വെള്ളമെത്തിക്കുന്ന പേപ്പാർ ഡാമിൽ ജലനിരപ്പ് താഴുകയും വേനൽ മഴ കുറയുകയും ചെയ്തതോടെയാണ് ബദൽ മാർഗം പരിഗണിക്കുന്നത്. പേപ്പാറ ഡാമിൽ നിന്നും വെള്ളം അരുവിക്കര ചെക്ക് ഡാമിലെത്തിച്ചാണ് നിലവിൽ നഗരത്തിലേക്ക് വെള്ളം എത്തിക്കുന്നത്. 2017 കടുത്ത വരൾച്ച ഉണ്ടായപ്പോൾ നെയ്യാർ ജലസംഭരണിയിലെ കാപ്പുകാടിൽ നിന്നും കാരിയോട് കുമ്പിളിമൂട് തോട് വഴി അരുവിക്കര ഡാമിലേക്ക് വെള്ളം എത്തിക്കുകയായിരുന്നു. താൽക്കാലികമായാണ് അന്ന് ഈ സംവിധാനങ്ങൾ ഒരുക്കിയത്. ജലാശയത്തിൽ സ്ഥാപിച്ച ഡ്രഡ്ജറുകളുടെയും 4 പമ്പ് വഴിയുമാണ് വെള്ളം എത്തിച്ചിരുന്നത്. ഈ പരീക്ഷണം വിജയിച്ചതോടെ നഗരത്തിലെ ജലവിതരണത്തിൽ തടസ്സമുണ്ടാകില്ലെന്നത് ഉറപ്പായിരുന്നു. പേപ്പാറ ഡാമിൽ 2 ആഴ്ചത്തേക്കുള്ള വെള്ളമാണ് നിലവിലുള്ളത്. ആവശ്യമെങ്കിൽ മെയ് പകുതിയോടെ വെള്ളം എത്തിക്കാനാണ് നീക്കം. ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം ജലസേചന വകുപ്പിലെ ഉദ്യോഗസ്ഥർ കാപ്പുകാടിൽ പരിശോധന നടത്തി. നിലവിൽ നെയ്യാർ ജലാശയം മുതൽ മുണ്ടണിത്തോട് വരെ സ്ഥാപിച്ച 1.5 കിലോമീറ്റർ പൈപ്പ് ലൈനിൽ ചില ഭാഗങ്ങളിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത് മാറ്റുകയും മുണ്ടണിത്തോടും കാരിയോട് കുമ്പിൾമൂട് തോടും വൃത്തിയാക്കുകയും വേണം. നിലവിൽ നെയ്യാർ ഡാമിൽ നിന്നും കൃഷിക്കായി ജലസേചനം നടക്കുന്നുണ്ട്. അരുവിക്കരയിലേക്ക് വെള്ളം കൊണ്ടുപോയാൽ ഇത് ജലസേചനത്തിന് പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. നിലവിൽ നെയ്യാർ ഡാമിന്റെ റിസർവോയറിൽ ജലനിരപ്പ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ഇനി ഇവിടെ നിന്നും വെള്ളം എത്തിച്ചിട്ട് വേണം അരുവിക്കര വഴി നഗരത്തിന്റെ കുടിവെള്ളം നിലനിർത്താൻ. വരുന്ന വർഷങ്ങളിൽ വേനലിന്റെ കാഠിന്യം ഇനിയും വർദ്ധിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ബദൽ മാർഗങ്ങളിലൂടെ മാത്രമേ നഗരങ്ങളിലെ കുടിവെള്ളം നിലനിർത്താൻ കഴിയുകയുള്ളൂ. ക്യാമറമാൻ ബിബിൻ മുരളിക്കൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18, തിരുവനന്തപുരം. വേനൽ ചൂട് കടുത്തതോടെ തൃത്താല മേഖലയിലെ കിണറുകളിലും കുഴൽക്കിണറുകളിലും വറ്റിവരണ്ടു. രൂക്ഷമായ കുടിവെള്ളക്ഷാമം നേരിടുന്ന മേഖലയിൽ കപ്പൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. ദൈനംദിനം വേനൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുകയും വേനൽ മഴ ലഭിക്കാത്തതും കാരണം കുടിവെള്ളക്ഷാമവും രൂക്ഷമായി. പുഴകളും ജലസ്രോതസ്സുകളും വറ്റിവരണ്ടതും കുടിവെള്ള ലഭ്യത കുറയാൻ കാരണമായി. കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശങ്ങളിൽ ടാങ്കറിൽ വെള്ളവിതരണം ആരംഭിച്ചു. കപ്പൂരിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജല അതോറിറ്റിയുടെ കർശനമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കരാർ അടിസ്ഥാനത്തിലാണ് ജലവിതരണം നടത്തുന്നത്.
ശുദ്ധമായ കുടിവെള്ളം കൃത്യസമയത്ത് വീടുകളിൽ എത്തുന്നുണ്ടെന്ന് പഞ്ചായത്ത് ഉറപ്പുവരുത്തുന്നുണ്ട്. ഞായറാഴ്ച മുതലാണ് ടാങ്കറുകളിൽ ജലം നിറച്ചുള്ള വിതരണത്തിന് ഔദ്യോഗികമായി തുടക്കമായത്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായി കപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളത്തിനായി വലിയ ബുദ്ധിമുട്ടാണ് നാട്ടുകാർ അനുഭവിച്ചിരുന്നത്. വീട്ടിലെ കിണറുകൾ വറ്റിയതോടെ ദൈനംദിന ആവശ്യങ്ങൾക്കും മറ്റും വെള്ളമില്ലാതെ വലഞ്ഞ കുടുംബങ്ങൾക്ക് പഞ്ചായത്തിന്റെ ഈ ഇടപെടൽ വലിയ ആശ്വാസമായിരിക്കുകയാണ്. അങ്ങനെ 4 ദിവസം 5 ദിവസമൊക്കെ കൂടുമ്പോ തന്നെ വരിക. ഒന്നരാടം മുമ്പൊക്കെ നിൽപ്പ് വരുന്നില്ല. ഇപ്പൊ ഇവിടെ പൈപ്പ് പൊട്ടിയിട്ട് പറഞ്ഞിട്ട് അപ്പൊ അത് കാരണം വെള്ളമില്ല. ഇത് വന്നതെന്ന് നന്നായി. ഇത് തുള്ളി വെള്ളമില്ല. വെള്ളം ഓരോ ഓരോ ദൂരത്തുനിന്ന് കൊണ്ടുവരും. എല്ലാണ്ട് വെള്ളം വേണ്ടേ? കുടിക്കാനും വേണ്ട, വെള്ളത്തിനൊക്കെ വേണ്ട, കുളിക്കാൻ വരുന്നതിനൊക്കെ വേണ്ടേ, കുസിൽ പോകാനൊക്കെ വെള്ളം വേണ്ടേ? വെള്ളം വല്ല ബുദ്ധിമുട്ടാണ്. വേനൽ കടുക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ പ്രയാസം കണക്കിലെടുത്താണ് അടിയന്തരമായി ജലവിതരണം ആരംഭിച്ചത്. മുഴുവൻ വാർഡുകളിലെ രൂക്ഷമായ മേഖലയിലാണ് ജലവിതരണം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് 18 പാലക്കാട്. വേനൽ കടുത്തതോടെ കാസർഗോഡ് തൃക്കരിപ്പൂരിൽ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഈ സാഹചര്യത്തിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കുടിവെള്ള വിതരണം ആരംഭിച്ചു. പ്രതിദിനം 15,000 ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയിലെ 11 വാർഡുകളിലാണ് നിലവിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായിരിക്കുന്നത്. ഈ പ്രദേശങ്ങളെ 3ആയി തിരിച്ച് 3 ദിവസത്തിലൊരിക്കൽ വെള്ളം എത്തിക്കുന്ന രീതിയിലാണ് പഞ്ചായത്ത് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ഓരോ വാർഡുകളിലുമുള്ള 3000 ലിറ്ററിന്റെ കിയോസ്കുകളിൽ നിറച്ചാണ് വെള്ളം ആവശ്യക്കാരിൽ എത്തിക്കുന്നത്. ജലവിതരണത്തിന്റെ സമയം മുൻകൂട്ടി അറിയിക്കുന്നതിനാൽ നേരിട്ടെത്തി കുടിവെള്ളം സംഭരിക്കുന്നവരും ഉണ്ട്. പഞ്ചായത്തിന്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലും ജലദൗർലഭ്യം അനുഭവപ്പെടുകയാണെങ്കിൽ പദ്ധതി അവിടേക്കും വ്യാപിക്കും. അതിനു വേണ്ടി ഫണ്ട് നീക്കി വെച്ചത് 3 ലക്ഷം രൂപയാണ്. ഓരോ വാർഡിലെയും മെമ്പർമാരെ വിളിച്ചുകൊണ്ട് അവർക്ക് വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളിൽ അവരെ വിളിച്ചുകൊണ്ട് അവർക്ക് അവിടെ കുടിവെള്ളം എത്തിക്കുന്നതാണ്. നമ്മൾ വെച്ച കിയോസ്കിൽ നിറച്ചുകൊണ്ടാണ് കുടിവെള്ള വിതരണം ആദ്യം ഘട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഏറ്റവും രൂക്ഷമായ സ്ഥലങ്ങളിൽ കിയോസ്ക് ഇല്ലാത്ത ഭാഗങ്ങളിലേക്ക് വെള്ളം ആവശ്യമായി വരികയാണെങ്കിൽ തീർച്ചയായും അവിടത്തേക്കും കുടിവെള്ളം എത്തിക്കാനുള്ള സംവിധാനം ഒരുക്കുന്നതാണ്. ചീമേനി കാക്കടവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നുമാണ് വെള്ളം ശേഖരിക്കുന്നത്. 5000 ലിറ്റർ വീതം 3 തവണകളിലായി ദിവസവും 15,000 ലിറ്റർ വെള്ളം ടാങ്കറുകളിൽ എത്തിച്ച് വിതരണം ചെയ്യുന്നു. പദ്ധതിക്കായി 3 ലക്ഷം രൂപയാണ് തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. മഴക്കാലം ആരംഭിക്കുന്നതുവരെ കുടിവെള്ള വിതരണം തുടരും. ന്യൂസ് 18 തൃക്കരിപ്പൂർ. നാടെങ്ങും വേനലിൽ വെന്തുരുകുമ്പോൾ ജലസമൃദ്ധമായി സഞ്ചാരികളെ വരവേൽക്കുകയാണ് ഇടുക്കി മൂലമറ്റത്തെ ത്രിവേണി സംഗമം. മനോഹര കാഴ്ചകളെങ്കിലും തുടർച്ചയായി ഉണ്ടാകുന്ന അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇവിടെ കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭൂഗർഭ വൈദ്യുതി നിലയമായ മൂലമറ്റം പവർ ഹൗസിൽ നിന്നും പുറന്തള്ളുന്ന വെള്ളവും നച്ചാർ, മണപ്പാടിയാർ എന്നീ പുഴകളും ചേരുന്ന ഇടമാണ് ത്രിവേണി സംഗമം. പവർ ഹൗസിലെ വൈദ്യുതോൽപാദനത്തിനനുസരിച്ച് ഇവിടെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും വലിയ ചുഴികൾ രൂപപ്പെടുകയും ചെയ്യുന്നത് പലപ്പോഴും സഞ്ചാരികളെ അപകടത്തിലാക്കും. നീന്തൽ അറിയാവുന്നവർ പോലും ഇവിടെ അപകടത്തിൽപ്പെടുന്നത് പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇവിടെ ഇപ്പോഴ് അപകടം ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ AKG ബോയ്സ് സ്ഥാപിച്ചിട്ടുള്ള ഒരു ലൈഫ് ജാക്കറ്റ് വെച്ചിട്ടുണ്ട്. ആ ഒരു കൂട്ടിനകത്ത് ഒരു വലയടിച്ച് അതിനകത്ത് ലൈഫ് ജാക്കറ്റ് ഉണ്ട്, ഒരു വട വിട്ടിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ട്രെയിനിങ് ഒന്നും ഇവിടുത്തെ ആളുകൾക്ക് ആരും കൊടുത്തിട്ടില്ല. ത്രിവേണി സംഗമത്തിൻ്റെ പടിഞ്ഞാറേക്കരയിലാണ് ഇവർ ഈ ലൈഫ് ജാക്കറ്റും വടവും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അപകട സാധ്യത വളരെ ഉള്ളതാണ് ആ കിഴക്കേ സൈഡും. കിഴക്കേ സൈഡിൽ നിന്ന് അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ പടിഞ്ഞാറേ സൈഡിൽ വന്ന് ആ ലൈഫ് ജാക്കറ്റും വടവും എടുത്തുകൊണ്ട് ചെല്ലുമ്പോഴത്തേക്കും ഏതാണ്ട് 10 മിനിറ്റ് 15 മിനിറ്റോളം എടുക്കും. നിരവധി സിനിമകളും ത്രിവേണി സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ചിട്ടുണ്ട്. മഴക്കാലത്ത് നച്ചാറും മണപ്പാടിയാറും നിറഞ്ഞൊഴുകുമെങ്കിലും വേനൽക്കാലത്ത് ഇവിടെ ജലനിരപ്പ് താഴും. എന്നാൽ മുന്നറിയിപ്പ് ബോർഡുകളുടെ അഭാവവും സഞ്ചാരികളെ അപകടത്തിലേക്ക് നയിക്കുന്നുണ്ട്. പവർ ഹൗസിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്ന സമയങ്ങളിൽ KCBയുടെ ഭാഗത്തു നിന്ന് സൈറൺ മുഴക്കുന്നതടക്കമുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ വേണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. വിനോദസഞ്ചാരികളുടെ തിരക്കേറുന്ന സാഹചര്യത്തിൽ കൂടുതൽ സുരക്ഷാ വേലികളും ലൈഫ് ഗാർഡുകളുടെ സേവനവും അനിവാര്യമാണെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് 18 ഇടുക്കി. വേനൽ ചൂട് കടുത്തത് വിനോദസഞ്ചാര മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടിൽ നിന്ന് രക്ഷ തേടി ബീച്ചുകളിലേക്ക് സന്ദർശക പ്രവാഹമാണ്. വിദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും ആഭ്യന്തര വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോവളം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. വേനൽ അവധിക്ക് വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട്
ഇടവേളകൾ ആനന്ദകരമാക്കി മാറ്റുക എന്നതാണ് മലയാളികൾക്ക് മുമ്പിൽ ഈ വേനൽക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ്. നമുക്കറിയാം, സാധാരണയായി യുദ്ധമുണ്ടായതിന് പിന്നാലെ വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ കടന്നുവരവിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച സ്വദേശികളായ ആളുകളെ കൊണ്ട്, അത് കേരളത്തിന് പുറത്തു നിന്നുള്ള തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഈ ചൂട് ഒരു വശത്തിങ്ങനെ നിലനിൽക്കുമ്പോഴും കടലിൽ ഈ തിരയിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് സംഘം ചേർന്ന് സമയം ചെലവഴിക്കുകയാണ് അവർ. കോവളത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ തിരക്കാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം വാഹനങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥയുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയിലേക്ക്. കാരണം പോലീസിന്റെ നിയന്ത്രണമടക്കം അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ. അത്രമാത്രം തിരക്കാണ് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ കോവളത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ് ഇനി ഇവിടെ ബാക്കിയുള്ളവരിൽ അധികവും. കാരണം ഇവിടുത്തെ സീസൺ ഏതാണ്ട് വിദേശികളുടെ സീസൺ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്വദേശത്ത് നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെ, ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം, കോവളത്തേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സമാനതകളില്ലാത്ത വേനൽ ചൂടാണ്. ആ വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് ഒരു പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിലേക്ക് കോവളം ഉൾപ്പെടെയുള്ള ബീച്ചിലേക്ക് എത്തിക്കൊണ്ട് ആ വേനൽ അവധിക്കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൌത്യത്തിലേക്ക് നമ്മുടെ കുട്ടികളടക്കം എത്തുന്നതെന്ന് വേണം കരുതാൻ. തിരുവനന്തപുരം ആയിരവല്ലി കടവിൽ വീണ്ടും മുങ്ങിമരണം. മൂന്നാംമൂട് ആയിരവല്ലി ക്ഷേത്രത്തിന് സമീപം കുളിക്കുന്നതിനിടെ ശംഖുമുഖം സ്വദേശി മനുവരാണ് അപകടത്തിൽപ്പെട്ടത്. സ്കൂബ ടീം എത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. CPR നൽകി 108 ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പിന്നീട് മരിച്ചു. ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടർന്നാലും പഴയതുപോലെ തന്റെ സേവനം സംഘടനയിൽ ഉണ്ടാകില്ലെന്ന നിലപാടിൽ ബി ഉണ്ണികൃഷ്ണൻ. കൗൺസിലിൽ 2 പേർ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന അഭിപ്രായം പറഞ്ഞത്. പ്രതിച്ഛായ സിനിമ തിയേറ്ററിൽ ഓടാത്തതിന്റെ മാനസിക സംഘർഷമാണ് രാജിക്ക് പിന്നിലെന്നാണ് സൂചന. 2008 മുതൽ ഫെഫ്കയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനറൽ സെക്രട്ടറിയാണ് ബി ഉണ്ണികൃഷ്ണൻ. നേരത്തെയും ഉണ്ണികൃഷ്ണൻ രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ചിരുന്നു. താരങ്ങളും നിർമ്മാതാക്കളുമായെല്ലാം അടുത്ത ബന്ധം പുലർത്തുന്ന ഉണ്ണികൃഷ്ണൻ തലപ്പത്ത് തുടരുന്നതാണ് നല്ലതെന്ന അഭിപ്രായത്തിലാണ് ഭൂരിപക്ഷം അംഗങ്ങളും. എന്നാൽ പെട്ടെന്നുള്ള ഈ രാജിനാടകത്തിന് പിന്നിൽ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ടെന്നാണ് പറയുന്നത്. ഏറ്റവും ഒടുവിലിറങ്ങിയ തന്റെ പ്രതിച്ഛായ എന്ന ചിത്രത്തിന് തിയേറ്ററിൽ വേണ്ട സ്വീകാര്യത ലഭിച്ചില്ല. അതിന്റെ മാനസിക സംഘർഷമുണ്ട്. ഒപ്പം സമൂഹമാധ്യമങ്ങളിൽ സിനിമയെക്കുറിച്ച് ചിലർ മോശം റിവ്യൂകൾ നടത്തി. ഇതിനെതിരെ താൻ നടത്തിയ പോരാട്ടത്തിനൊപ്പം സംഘടന നിൽക്കാത്തതിന്റെ അമർഷവുമുണ്ട്. ഇതാണ് സംഘടനയിൽ നിന്നും മാറി നിൽക്കാൻ പ്രേരിപ്പിച്ചതെന്നാണ് സൂചന. എന്നാൽ അംഗങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും രാജിവെക്കാനുള്ള തീരുമാനം ബി ഉണ്ണികൃഷ്ണൻ പിന്നീട് മാറ്റി. ജനറൽ സെക്രട്ടറിയായി തുടർന്നാലും പഴയതുപോലെ തന്റെ സേവനം ഉണ്ടാകില്ലെന്നാണ് ഉണ്ണികൃഷ്ണൻ പറയുന്നത്. കൗൺസിലിൽ 2 പേർ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ മാറുന്നെങ്കിൽ മാറട്ടെ എന്ന് നിലപാടെടുത്തത്. ന്യൂസ് 18 കൊച്ചി. പശ്ചിമ ബംഗാളിലെ 2ാം ഘട്ട തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ഇന്ന് സമാപനം. 7 ജില്ലകളിലായുള്ള 142 മണ്ഡലങ്ങളിലാണ് 2ാം ഘട്ട തെരഞ്ഞെടുപ്പ്. 1ാം ഘട്ടത്തിൽ കനത്ത പോളിംഗാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിരുന്നത്. നമുക്ക് ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം പൂഴിക്കുന്ന് താമസിക്കുന്ന നെയ്യുടെ 4ാം ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് അച്ഛൻ പ്രജിത്ത്, അമ്മ റീന, സഹോദരിയായ ഫിയ എന്നിവർ. തിരുവനന്തപുരം സ്റ്റാച്യുവിൽ താമസിക്കുന്ന പുഷ്പത്തിന്റെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിക്കുന്നത് മക്കളായ റീന, റിനി എന്നിവർ. തിരുവനന്തപുരം ബാലരാമപുരം ഐത്തിയൂർ സ്വദേശി ചന്തുവിന്റെ ഭാര്യ കീർത്തിയുടെ ജന്മദിനമാണ് ഇന്ന്. ആശംസകൾ അറിയിച്ചുകൊണ്ട് കൂട്ടുകാരായ പ്രിയങ്ക, വർഷ, ആർഷ, ഷാബിക എന്നിവർ.
അപ്പോൾ നമുക്ക് രാവിലെ അവസാനിപ്പിക്കാനുള്ള സമയമായി. വാർത്തകൾ തുടരും. പകൽപൂരവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളുണ്ടാകും. നമുക്കിനി സ്പോട്ട് ലൈവ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് പോകാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.